കാര്യം മേ ബി കെയറിങ്. അത് എനിമിയാ ഇരുന്നാലും ഏതെങ്കിലും പ്രശ്നം വന്നാൽ ആളെ തൂക്കിട്ട് പോകരുത്. അങ്ങനെ കെയറിങ് ആരായിരുന്നാലും അത് ചെയ്യും. ആരാണെങ്കിലും ഏറ്റവും കൂടുതൽ അതായത് അർജുൻ ഭയങ്കര കെയറിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് തോന്നാൻ ഉണ്ടായ ഒരു സിറ്റുവേഷൻ എന്തെങ്കിലും ഉണ്ടോ? മീൻസ് ശ്രീധുവിന്റെ പേഴ്സണലി അല്ല, ഇപ്പൊ അധികം അല്ലെങ്കിൽ പോലും ആള് പോയി ഹെൽപ്പ് ചെയ്യുന്ന കണ്ടപ്പോഴാണ് അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടോ? സിറ്റുവേഷൻ എല്ലാവർക്കും അവൻ ചെയ്യും. ഐ മീൻ അർജുൻ ചെയ്യും. ആർക്ക് വയ്യാതായാലും ഹെൽപ്പിംഗ് മെന്റാലിറ്റി അതാണ് ഉദ്ദേശിച്ചത്, വേറെ ഒന്നുമല്ല. ഓക്കെ, തിരിച്ച് ഞാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ശ്രീധുവില് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഒറ്റ കാര്യം. അവള് ഭയങ്കര ജെന്യൂൻ ആണ്, സ്ട്രേറ്റ് ഫോർവേഡ് കാര്യം പറയും, ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ലൈക്ക് എന്തുണ്ടെങ്കിലും ജെന്യൂൻ ആയിട്ട് പറയാം, അതായത് വേറെ ഷുഗർ കോട്ടിംഗ്. അതിലിപ്പോ ടാസ്കിന്റെ ഇതാണെങ്കിൽ ഇപ്പൊ അവളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല, മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അവൾക്ക് അവളുടെ തീരുമാനങ്ങളാണ്, അതിലവൾ സ്റ്റിക്ക് ഓൺ ചെയ്യും. അതുകൊണ്ട് ജെന്യൂൻ ആയിട്ട് നിൽക്കും. അതിനുവേണ്ടി ഒരു കോണ്ടന്റിന് വേണ്ടി മാറാനോ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ചേഞ്ച് ചെയ്യാനോ എന്നുള്ളത്. ഇപ്പോ നിങ്ങളുടെ കുറച്ച് ഫാൻസുകാര് അല്ലെങ്കിൽ ആ ശ്രീജുൻ ഫാൻസില് കുറച്ച് ആൾക്കാരുണ്ട് ലൈക്ക് അയ്യോ ഇവര് ലൈഫിൽ രണ്ടുപേരും ഒന്നിച്ചേ പറ്റൂ എന്ന്, അല്ലെങ്കിൽ ഒന്നും നടക്കില്ല, ഇവർ രണ്ടുപേരും എന്തായാലും ഒന്നിക്കണം, അങ്ങനെ ഭയങ്കര സ്റ്റബേൺ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ മെസ്സേജസ് കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഉള്ള കാണുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ ആലോചിക്കുമ്പോൾ വല്ല ടെൻഷൻ ഉണ്ടോ? അല്ല, ഞാൻ പൊതുവെ ഫ്യൂച്ചർ ഒന്നും ആലോചിക്കില്ല. എന്താണ് അതിലവിടെ പോണോ ഫ്ലോയിലാ പോയിക്കൊണ്ടേയിരിക്കാം, അപ്പടിതാ വിചാരിച്ചിരിക്കുന്നത്. സോ ഫ്യൂച്ചർ പെട്ടെന്ന് ഫ്രണ്ട്സ് ആയ പ്രസന്റ് എന്താണ് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യാത്രേ ഉള്ളൂ. ഈ മൊമെന്റം കിട്ടില്ലല്ലോ. ഇപ്പൊ ഈ നമുക്ക് ഈ മൊമെന്റ് കിട്ടില്ല, അത് എൻജോയ് ചെയ്യാം മാക്സിമം. ഫ്യൂച്ചറിൽ അത് ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും ടെൻഷൻ ഒന്നും തോന്നാറില്ലല്ലോ, അയ്യോ ഇവർ എന്തിങ്ങനെ, അതായത് നമ്മളെ ഫ്രണ്ട്സ് എന്ന് പറയണു, പിന്നെ ഇവര് പറയാണ് അയ്യോ ഇല്ല ഇവര് കല്യാണം കഴിക്കണം, അയ്യോ ഇവര് കല്യാണം കഴിച്ചില്ലെങ്കിൽ ഭയങ്കര പ്രശ്നം, ഇങ്ങനെയുള്ള മെസ്സേജസ് കാണുമ്പോ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അയ്യോ ഇത് ഇവരെങ്ങോട്ടാ കൊണ്ടുപോകുന്നത്, അങ്ങനെ വല്ലതും തോന്നിയിട്ടുണ്ടോ? ഇല്ല, അവര് മനസ്സിലാക്കും പിന്നീടായാലും ഒരു നാൾ മനസ്സിലാക്കണം. അർജുൻ എന്തേലും പറയാം? ഇല്ല, അത് തന്നെ അവർക്കിപ്പം അവരുടെ ഇഷ്ടം അവർ കാണിക്കുന്നതാണ്. ഇപ്പൊ നമ്മളെ ഒരുമിച്ച് ഇപ്പൊ നമ്മളെന്നല്ല കുറെ ആൾക്കാർക്ക് ചില ആൾക്കാരെ ഇന്ന് ഒരുമിച്ച് കാണും ഇഷ്ടം തോന്നും. പണ്ട് തൊട്ട് അങ്ങനെ ഒരു മെന്റാലിറ്റി എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ എനിക്കും പേഴ്സണലി ഞാനും വേറെ സീസൺ ആണെങ്കിലും വേറെ മൂവീസ് കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഹീറോ ആക്ടർ ഒരുമിച്ച് കാണും, നമുക്ക് ആഗ്രഹം കാണും. പക്ഷെ അവരവരുടെ ആഗ്രഹം പറയുന്നു, അത് റെസ്പെക്ട് ചെയ്യണം. അത് അവർക്ക് അഭിപ്രായമാണ്, അവർക്ക് ഇഷ്ടമാണത്, കാരണം അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ സീസൺ കഴിഞ്ഞപ്പോഴും എന്നോട് ഇപ്പോഴും സ്റ്റിൽ ആൾക്കാർ പറഞ്ഞു ഇനി കാണാൻ വേറൊന്നുമില്ല, ആ ടൈമിൽ കാണാൻ വേറൊന്നുമില്ല, എൻജോയ് റിപ്പീറ്റ് അടിച്ചാണ്. ഇപ്പം എബ്രോഡുള്ള ആൾക്കാരും വേറെ രീതിയിൽ VPN ഒക്കെ വെച്ച് കണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട്. കാരണം അവരുടെ ഈ സ്ട്രെസ്സിലൊക്കെ ഈ മൊമെന്റ്സ്, നമ്മുടെ ഈ മൊമെന്റ്സ് അല്ല അല്ലാതെ ഈ കാര്യങ്ങൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ ആ ഒരു മെന്റാലിറ്റിയാണ്, ആ ഒരു